ഇരിക്കും മോളെ. മോളെ, നീ എന്താ മുറിയെ തന്നെ അടച്ചിരിക്കുന്ന? ഒന്നും കഴിക്കുന്നില്ലേ? മോളുടെ മനസ്സ് അച്ഛന് നന്നായി മനസ്സിലാവുന്നുണ്ട്. 12 വർഷം സൗവർണികയിൽ നിന്ന് നിന്നെ കിട്ടിയിട്ട് 12 വർഷം തയ്യാറായി. ഇത്രയും നാൾ നീയായിരുന്നു ഈ വീടിന്റെ വിളക്കും വെട്ടും ഒക്കെ. ഈ 12ാം വർഷം അതും നഷ്ടമാവുകയാണ് എനിക്ക്. ദേവി അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോ അച്ഛന് പേടിയാവുന്നു മോളെ. നാളെ ആ മൂർത്തി ഗഗനെയും കുട്ടിയെത്തും. അവന്റെ ജാതകം കൈമാറാൻ അവര് വരുന്നത്. ഇന്ദുമതി ജോത്സ്യരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മറ്റു പൊരുത്തക്കേടുകളൊന്നും ഇല്ലെങ്കിൽ ജോത്സ്യനെ കൊണ്ട് നാളെ തന്നെ വിവാഹത്തിന് മുഹൂർത്തം കുറിപ്പിക്കാനാ ഇന്ദുമതിയുടെ തീരുമാനം. എന്തു വേണമെന്ന് അച്ഛന് ഒരു രൂപം കിട്ടുന്നില്ല മോളെ.